ഓം ശാന്തി. 30/12/2023. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ശുഭകാര്യത്തിൽ ഒരിക്കലും താമസിക്കരുത്. തൻ്റെ സഹോദരീ സഹോദരങ്ങളെ തള്ളുകൊള്ളുന്നതിൽ നിന്ന് രക്ഷിക്കണം. ഊതി തനിക്ക് സമാനമാക്കിയെടുക്കണം. ശുഭകാര്യം ചെയ്യുന്നതിന് ഒരിക്കലും താമസിക്കരുത്. ശുഭകാര്യമെന്നത് സേവനമാണ്. സേവനം ചെയ്യുന്നതിൽ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, അടുത്ത മാസം ചെയ്യാം എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മുടെ സഹോദരീ സഹോദരന്മാർ ഇരുട്ടിൽ അലഞ്ഞു നടക്കുകയാണ്. ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതിൽ നിന്ന് നമ്മുടെ സഹോദരീ സഹോദരങ്ങളെ നാം രക്ഷിക്കണം. അതിനായി ജ്ഞാനം പതുക്കെ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം, യുക്തിപൂർവം കേൾപ്പിച്ചു കൊടുക്കണം. ഇതിലൂടെ നമ്മൾ അവരെ നമുക്ക് സമാനം ബാബയുടെ കുട്ടികളാക്കുകയാണ്. ഈ സേവനം തീർച്ചയായും ചെയ്യണം. ഇതിൽ താമസം വരുത്തരുത്. ചോദ്യം: ഏത് കാര്യത്തിൻ്റെ അനർത്ഥം സംഭവിച്ചതിലൂടെ ഭാരതം കക്കയ്ക്ക് സമാനമായി തീർന്നു? ഉത്തരം: ഏറ്റവും വലിയ അനർത്ഥമാണ് ഗീതയിൽ സ്വാമിയെ മറന്ന് ഗീതാജ്ഞാനത്തിലൂടെ ജന്മമെടുത്ത കുട്ടിയെ സ്വാമി എന്ന് പറഞ്ഞു. ഈ ഒരു അനർത്ഥം കാരണം എല്ലാവരും ബാബയിൽ നിന്ന് വിമുഖരായി തീർന്നു. ഭാരതം കക്കയ്ക്ക് തുല്യമായി തീർന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയുടെ മുന്നിലിരുന്ന് സത്യമായ ഗീത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗീതാജ്ഞാനത്തിലൂടെയാണ് ദേവീദേവതാ ധർമ്മം സ്ഥാപിതമായത്. നിങ്ങൾ ശ്രീകൃഷ്ണന് സമാനം ആകുന്നത്. ലോകത്തിൽ ഇന്ന് ഭാരതത്തിൻ്റെ സ്ഥാനം എന്താണ്? നാം നമ്മളെ സമാധാനിപ്പിക്കാനായി പറയുന്നു, പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ വളരെ കൂടുതലാണ്, അതുകൊണ്ട് ഭാരതം ഒരല്പം പിന്നോട്ടാണ്, അത് പതുക്കെ ഉയർന്നു വരുന്നുണ്ട് എന്നെല്ലാം. എന്നാൽ പൊതുവെ ഭാരതത്തിൻ്റെ സ്ഥാനം ലോകരാഷ്ട്രങ്ങളിൽ ലോകത്തിനു മുന്നിൽ ഒരല്പം പിന്നോട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഏറ്റവും വലിയ അനർത്ഥമെന്നത് ആരാണോ ഗീതയുടെ ഭഗവാൻ, ആ ഭഗവാന്റെ പേര് മാറ്റി ആ ഗീതാജ്ഞാനത്തിലൂടെ ആരാണോ 1-ാം നമ്പർ സ്ഥാനത്ത് വന്നത്, ജന്മമെടുത്തത്, ആ കുട്ടിയുടെ പേരാണ് അതിൽ കൊടുത്തത്. അതായത് ഭഗവത്ഗീത പറഞ്ഞത് ശിവഭഗവാൻ എന്നതിന് പകരം ശ്രീകൃഷ്ണൻ എന്നാക്കി. ഈ ഒരു തെറ്റ് കാരണം എല്ലാവരും ബാബയ്ക്ക് വിമുഖരായി. അതായത് ഭഗവത്ഗീതയാണ് സ്വയം നിരാകാരനായ ഭഗവാൻ പറഞ്ഞത് എന്ന് എല്ലാവരും അറിയുന്നുവെങ്കിൽ അവർ തീർച്ചയായും ഭഗവത്ഗീതയെ ബഹുമാനിക്കും. ഭഗവത്ഗീതയുടെ സ്ഥാനമായ ഈ ഭാരതത്തെയും തീർച്ചയായും ബഹുമാനിക്കുമായിരുന്നു. എന്നാൽ നാം ചരിത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. പല മറ്റ് സംസ്കാരങ്ങളും പല രാജ്യങ്ങളും ഈ ഭാരതഭൂമിയെ ആക്രമിച്ചിരുന്നു, അർത്ഥം അപമാനിച്ചിരുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? കാരണം ഗീതയുടെ ഭഗവാൻ ആരാണ് എന്നത് തെറ്റായി ചിത്രീകരിച്ചു. അതുകൊണ്ടിന്ന് ഭാരതം കക്കയ്ക്ക് സമാനമായി തീർന്നിരിക്കുന്നു. ഈ തെറ്റിനെ തിരുത്തുന്നതിന് ബാബ നമ്മൾ കുട്ടികൾക്കിപ്പോൾ ഗീതയുടെ ജ്ഞാനം കേൾപ്പിച്ചു തരികയാണ്. ഈ ഗീതാജ്ഞാനത്തിലൂടെയാണ് ദേവി ദേവതാ ധർമ്മം സ്ഥാപിതമാകുന്നത്. നമ്മൾ ഓരോരുത്തരും ശ്രീകൃഷ്ണന് സമാനം ആയിത്തീരുന്നത്. ആദ്യം നമ്മൾ ആ സത്യത്തെ മനസ്സിലാക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഗീതം: ആരാണീ കളിയെല്ലാം രചിച്ചത്? ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ബുദ്ധിവാൻ ആകുന്നതിന് ഓർമ്മയിലൂടെ തൻ്റെ ബുദ്ധിയെ പവിഴമാക്കണം. ബുദ്ധി ഇവിടെയും അവിടെയും അലയിക്കരുത്. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. 2. വേട്ടാളനെ പോലെ
ഊതി ഊതി നരകവാസിയായിരിക്കുന്ന കീടങ്ങളെ ദേവീദേവത ആക്കുന്നതിനുള്ള സേവനം ചെയ്യണം. ശുഭകാര്യത്തിൽ താമസിക്കരുത്. തൻ്റെ സഹോദരീ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ബുദ്ധിയെ ശുദ്ധമാക്കുന്നതിന്, പവിഴമാക്കുന്നതിന് ഓർമ്മയിൽ ശ്രദ്ധ കൊടുക്കണം. ബുദ്ധി ശുദ്ധമായാൽ മാത്രമേ ഈ ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ബുദ്ധിയിൽ നിലനിൽക്കുള്ളൂ. ബുദ്ധിയെ ശുദ്ധമാക്കുന്നതിന് ബാബയുടെ ഓർമ്മ തീർച്ചയായും വേണം. ഓർമ്മയോടൊപ്പം ബുദ്ധിയെ അനാവശ്യ കാര്യങ്ങളിൽ അലയിക്കരുത്. അവിടെയും ഇവിടെയും അലയുന്നതിലൂടെ ബുദ്ധിയുടെ ശക്തി ക്ഷയിക്കുന്നു. എന്ത് ബാബ കേൾപ്പിക്കുന്നുവോ അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അതിനെ വിചാരസാഗര മന്ഥനമെന്ന് പറയുന്നു. ഇതിലൂടെ ബുദ്ധി ശക്തിശാലിയായി മാറുന്നു. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഏതുപോലെ വേട്ടാളൻ കീടങ്ങളെ കൊണ്ടുവന്ന് ഊതി ഊതി അതിന് ചിറക് മുളപ്പിക്കുന്നു, അതുപോലെ നരകവാസിയായ സാധാരണ മനുഷ്യർക്ക് ജ്ഞാനം പതുക്കെ പതുക്കെ യുക്തിപൂർവകം നൽകി അവരെ ദേവീദേവത ആക്കുന്നതിനുള്ള സേവനം തീർച്ചയായും ചെയ്യണം. ഈ സേവനം പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് ചിന്തിക്കരുത്. ഉടൻ തന്നെ ചെയ്യുക. തൻ്റെ സഹോദരീ സഹോദരങ്ങളെ രക്ഷിക്കണം. വരദാനം: സമാനതയുടെ ഭാവന ഉണ്ടായിട്ടും ഓരോ കാൽവയ്പിലും വിശേഷത അനുഭവിപ്പിക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ. ഓരോ കുട്ടിയിലും അവരവരുടേതായ വിശേഷതകളുണ്ട്. വിശേഷാത്മാക്കളുടെ കർമ്മം സാധാരണ ആത്മാക്കളെക്കാളും വിഭിന്നമാണ്. എല്ലാവരിലും സമാന ഭാവന തന്നെയാണ് വയ്ക്കേണ്ടത്. എന്നാലും കാണപ്പെടണം ഇവർ വിശേഷാത്മാക്കളാണ് എന്ന്. വിശേഷാത്മാക്കൾ എന്നാൽ വിശേഷമായി ചെയ്യുന്നവർ, പറയുന്നവർ മാത്രമല്ല. അവരിൽ നിന്ന് എല്ലാവർക്കും ഫീലിംഗ് വരും, ഇവർ സ്നേഹത്തിൻ്റെ ഭണ്ഡാരമാണ്. ഓരോ കാൽവയ്പിലും ഓരോ കാഴ്ചയിലും സ്നേഹം അനുഭവപ്പെടണം. ഇത് തന്നെയാണ് വിശേഷത. ലോകത്തിലെ എല്ലാവരിലും അവരവരുടേതായ വിശേഷതകളുണ്ട്. എന്നാൽ വിശേഷാത്മാക്കൾ സാധാരണ ആത്മാക്കളെക്കാളും ഭിന്നമാണ്. അതായത് എല്ലാവരും നിൽക്കുമ്പോഴും ചില ആത്മാക്കൾ വിശിഷ്ടമാണ് എന്ന തോന്നൽ നോക്കുന്നവർക്കുണ്ടാകും. തീർച്ചയായും സമാന ഭാവന എല്ലാവരോടും വയ്ക്കണം. എന്നാൽ വിശേഷാത്മാക്കൾ വിശേഷമായി കാണപ്പെടുന്നു. വിശേഷാത്മാവെന്നാൽ വിശേഷമായിട്ട് ചെയ്യുന്നവരാണ്, പറയുന്നവർ മാത്രമല്ല. അവരിൽ നിന്ന് എല്ലാവർക്കും ഈ ഒരു അനുഭൂതി ഉണ്ടാകും, ഇവർ സ്നേഹത്തിൻ്റെ ഭണ്ഡാരമാണ് എന്ന്. അവരുടെ ഓരോ കാൽവയ്പിലും ഓരോ നോട്ടത്തിലും സ്നേഹത്തിൻ്റെ അനുഭവമുണ്ടാകും. ഇത് തന്നെയാണ് വിശേഷത. സ്ലോഗൻ: സൃഷ്ടിയുടെ കണക്കെടുപ്പിന് മുന്നേ തൻ്റെ കുറവുകളെയും ദുർബലതയുടെയും കണക്കെടുപ്പ് നടത്തൂ. ഈ വിനാശകാലത്ത് പൊതുവേ ഉള്ള കണക്കെടുപ്പ് തീർച്ചയായും ഉണ്ടാകും. എന്നാൽ ആ കണക്കെടുപ്പിന് മുന്നേ നമ്മൾ നമ്മളുടെ തന്നെ ദുർബലതകളുടെയും കുറവുകളുടെയും കുറ്റങ്ങളുടെയും കണക്കെടുപ്പ് നടത്തണം. എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം കുറയ്ക്കണം, ഓരോന്നിൻ്റെ അളവെത്ര, ഇതെല്ലാം നാം ശ്രദ്ധയിൽ വയ്ക്കുന്നതിലൂടെ തന്നെ അവയിൽ മാറ്റം സംഭവിക്കുന്നു. കുറവുകളെയും കുറ്റങ്ങളെയും കുറയ്ക്കാൻ സാധിക്കുന്നു. ഓം ശാന്തി.